ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഞാൻ സ്ലീക്കി ഇന്ത്യയിൽ നിന്ന് കുറച്ച് സ്കിൻസ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. സോ ആദ്യം തന്നെ ഈ ഒരു പാക്കറ്റിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോയിഷ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് തന്നെ സ്ലീക്കിൻ്റെ ഒരു ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് കിട്ടുമെന്ന് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക് റാപ്പിങ്ങിൻ്റെ അകത്താണ് നമ്മുടെ സാധനങ്ങളല്ല, അതായത് സ്കിൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റിയത് നമ്മുടെ ചാർജറിൻ്റെ സ്കിന്നാണ്. സോ ഇതെൻ്റെ OnePlusന് വേണ്ടിയിട്ടുള്ള ഒരു വാപ്പ് ചാർജർ സ്കിന്നാണ്. ഇതിൻ്റെ വില വരുന്നത് 249 രൂപയാണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ എൻ്റെ കൂപ്പൺ കോഡും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് പ്രൊട്ടക്ടറാണ്, സ്ക്രീൻ ട്രാൻസ്പെറൻറ്റ് പ്രൊട്ടക്ടറാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് സ്ലീക്കി ഇന്ത്യയുടെ ഒരു ജസ്റ്റ് ഒരു കാർഡാണ്. സോ ഈ ഒരു കാർഡിൻ്റെ അകത്ത് ഇത് വെൽക്കം കാർഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് മാറ്റി വയ്ക്കാം. ബാക്കി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസാണ്, ജസ്റ്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്കൊരു ജസ്റ്റ് ഒരു ക്ലോത്ത് കാണാനായിട്ട് സാധിക്കും. സ്ലീക്കിൻ്റെ ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണ്. ആൻഡ് നമ്മുടെ സാംസങ് ഗാലക്സി J6ന് വേണ്ടിയിട്ടുള്ളൊരു സ്കിന്നും OnePlus നോഡിന് വേണ്ടിയിട്ടുള്ളൊരു സ്കിന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊരു സൈബർ പങ്ക് ഫിനിഷ് വരുന്ന ഒരു സ്കിന്നാണ്. സോ എനിക്ക് റിയലി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സ്കിന്നുമാണ്. ആൻഡ് ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ OnePlusൻ്റെ വാപ്പ് ചാർജറിൻ്റെ സ്കിന്നാണ്. സോ ഇവിടെ ഞാൻ എൻ്റെ ചാർജറും കൂടെ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ OnePlusൻ്റെ ചാർജർ. സോ ഈ ഒരു ചാർജറിൻ്റെ അകത്താണ് ഈ ഒരു സ്കിന്ന് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. അപ്ലൈയിങ് ആൻഡ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നില്ല, ബിക്കോസ് വീഡിയോ ലെങ്ത് കൂടാനും ആൻഡ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാത്തത്. അപ്പോൾ നേരെ നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ഈ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇതിനെ ഒന്ന് ക്ലീനപ്പ് ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഡസ്റ്റും കാര്യങ്ങളും ഉണ്ട്. സോ നേരെ ക്ലീനപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്കിന്ന് ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാർജർ സ്കിന്ന് ടോട്ടലി അപ്ലൈ ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ അപ്ലൈയിങ് വീഡിയോ കാണിക്കാത്തതിൻ്റെ കാരണം ബിക്കോസ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കിത് അപ്ലൈയിങ് കാണിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഇവിടെ ജസ്റ്റ് വെട്ടം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കാത്തത്. സോ നേരെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചാർജറിൽ സ്കിൻ ഒട്ടിക്കുന്ന വലിയ രീതിയിലായിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള പണിയൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ OnePlus നോഡിന് വേണ്ടിയിട്ടുള്ള സ്കിൻ ഒട്ടിക്കാം. സോ ഞാനിവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു സൈബർ പങ്ക് ഫീൽ കിട്ടുമെന്നേ ഉള്ളൂ. ഇത് സൈബർ പങ്കിൻ്റെ ഡിസൈൻ ഒന്നും അല്ല. നിങ്ങൾക്ക് സൈബർ പങ്കിൻ്റെ ഡിസൈൻ ആവശ്യം ഉള്ളവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, ഇതിൻ്റെയും കൊടുത്തിരിക്കാം. ഇതിന് ഏകദേശം വരുന്ന വില 299 രൂപയാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്റ്റിക്കറിനെ, അതായത് നമ്മുടെ സ്കിന്നെ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ക്യാമറ ഭാഗത്തുള്ള ആ ഒരു സ്കിൻ ഒട്ടിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് ആ ഒരു ക്യാമറയിൽ ഒട്ടിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയായിരിക്കും. എനിക്കത് മെയിൻലി ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഒട്ടിക്കാൻ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ടോട്ടലി എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ഒട്ടിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹെയർ ഡ്രയർ എടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഹോട്ടാക്കി കൊടുക്കുക. ഹെയർ ഡ്രയർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ലൈറ്റർ ഇട്ട് പതിയെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. എന്നും പറഞ്ഞ് എടുത്ത് ചൂടാക്കി കളയല്ല, ഫോൺ കംപ്ലൈൻറ്റ്. അതുകൊണ്ട് തന്നെ പതിയെ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഹീറ്റപ്പ് ചെയ്തൊന്ന് കൊടുക്കുക. ടോട്ടലി ഞാനിപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ ഞാൻ അതിനിവിടെ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഹെയർ ഡ്രയർ ഇട്ട് ഹീറ്റപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നേരെ പ്രസ്സപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് താഴെ തന്നെ ഉണ്ട് വിത്ത് കൂപ്പൺ കോഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ സാംസങ് ഗാലക്സി J6ൻ്റെയും ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ വീഡിയോ അടുത്ത പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. സോ അണ്ടിൽ ദെൻ ദിസ് ഈസ് സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റ.